ഇനി ഞാൻ വന്നിരിക്കുന്നത് സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. ഹൽവയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കി വരാം. ഹൽവ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ പുറംതൊലി നമുക്കൊന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ ഇതിന്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ ക്യാരറ്റ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഗ്രേറ്റർ വെച്ചിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ചെറിയ കട്ടിയിൽ ഇട്ടിട്ട് വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഗ്രേറ്റർ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. അതല്ലെങ്കിൽ ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിൽ ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താലും മതിയേ. അപ്പോൾ ഇതെല്ലാം ഇനി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ക്യാരറ്റ് എല്ലാം ഗ്രേറ്റ് ചെയ്ത് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഹൽവ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണേ. ഈ ക്യാരറ്റിനുള്ളിലെ വെള്ളം ഇറങ്ങിയിട്ട് അത് നല്ലോണം ഒന്ന് വഴണ്ട് വരണം. അതുവരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഇവിടെ ക്യാരറ്റ് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം. ക്യാരറ്റിലെ വെള്ളം വറ്റിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാവേ. നിങ്ങൾ എത്രയാണോ ക്യാരറ്റ് എടുത്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം പാലൊഴിച്ചു കൊടുക്കാൻ. ഞാനിവിടെ 1 കിലോ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ലിറ്റർ പാലാണ് ഒഴിക്കുന്നത്. ഇപ്പോൾ 1/2 കിലോ ക്യാരറ്റാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 1/2 ലിറ്റർ പാൽ വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇത് ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ഇതിലെ ക്രീം ഒന്നും എടുത്തു മാറ്റാത്ത നാടൻ പശുവിൻ പാലാണ് ഞാൻ ഇതിൽ എടുത്തിട്ടുള്ളത്. കാരണം ഈ ഹൽവയിൽ നമ്മൾ മിൽക്ക് മെയ്ഡ്, കോവ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവയാണ്. എന്നാൽ ഇനി ഈ പാല് തിളച്ച് കുറുകി നല്ലോണം ഒന്ന് വറ്റി വരണം. 20-25 മിനിറ്റ് വേണ്ടി വരുവേ ഇത് കുറുകി വരാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അതുപോലെ ഈ സൈഡിൽ വരുന്ന പാടയിലെ തവി കൊണ്ടൊന്ന് ഇളക്കിയിട്ട് ഈ ഹൽവയിലേക്ക് തന്നെ ഇട്ടും കൊടുക്കണേ. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി നമുക്ക് ചേർക്കാം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് കുറുകി വരട്ടെ. അപ്പോൾ ഇതിലെ പാലൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. ഇത് പാലിൽ നിന്നും തേണ്ടി വിട്ടു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാൻ 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിൽ ടോട്ടൽ ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര വേണം ചേർത്ത് കൊടുക്കാൻ. ആദ്യം കുറച്ച് ചേർത്തിട്ട് ഇളക്കി കൊടുത്ത് നോക്കുക. പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. കാരണം ഈ പാലിൽ കിടന്ന് വറ്റി വരുമ്പോൾ തന്നെ ഈ പാലിന്റെ ഒരു മധുരമുണ്ട് ഇതിൽ. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ പഞ്ചസാര കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ പഞ്ചസാര ചേർക്കാതെ ഇത് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ടും കിസ്മിസും നമുക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കിത് വേണമെങ്കിൽ നെയ്യിൽ വറുത്തതിന് ശേഷം ചേർക്കാവുന്നതാണ്. ഞാനിതിൽ നെയ്യിൽ വറക്കാതെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ നെയ്യിലും കിടന്നിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് വഴറ്റിയെടുക്കാം. ടോട്ടൽ ഞാൻ 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഹൽവ നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലെ വെള്ളമെല്ലാം വറ്റി നല്ല ഇതായിട്ട് നെയ്യൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിന്റെ മുകളിൽ നമുക്ക് കുറച്ച് കാഷ്യൂ നട്ടും പിന്നെ ബദാമും കൂടെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ രീതിയിലൊന്ന് ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം.